wife gets to be smell heavy. Best I know. സാധാരണക്കാരനായ ഏതൊരു കുട്ടിയെയും പോലെയായിരുന്നു 6 വയസ്സുവരെ പോൾ റിച്ചാർഡ്സ് അലക്സാണ്ടറും. ഓടിച്ചാടി നടക്കുന്ന, കളിക്കുന്ന, സംസാരിക്കുന്ന, കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടി. മാതാപിതാക്കളുടെ പൊന്നോമന. പക്ഷേ അവൻ്റെയും മാതാപിതാക്കളുടെയും സന്തോഷങ്ങൾക്ക് വളരെ കുറച്ചു മാത്രമേ ദൈർഘ്യം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം അവന് പനി പിടിച്ചു. സാധാരണ പോലെയുള്ള പനിയാണ് എന്ന് മാതാപിതാക്കൾ കരുതി. ചികിത്സയും ആ വഴിക്കാണ് നൽകിയത്. എന്നാൽ അതൊരു സാധാരണ പനി ആയിരുന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും അവൻ്റെ സ്ഥിതി മോശമായിക്കൊണ്ടിരുന്നു. അവന് ശ്വാസം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടായി. ഒടുവിൽ ഡോക്ടേഴ്സ് അവൻ്റെ രോഗം കണ്ടുപിടിച്ചു, പോളിയോ. അപ്പോഴേക്കും ചികിത്സകൾക്ക് അപ്പുറത്തേക്ക് രോഗം എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം ഡോക്ടേഴ്സ് അവൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന്. നിങ്ങളുടെ മകൻ മരിക്കാൻ പോവുകയാണെന്ന്. അത് കേട്ട പോൾ ആ നിമിഷത്തിലും പറഞ്ഞു, ഇല്ല, ഞാൻ മരിക്കില്ല. ആ 6 വയസ്സുകാരൻ്റെ ഉള്ളിൽ പ്രതീക്ഷകളുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ആത്മവിശ്വാസം തുടിച്ചു നിന്നിരുന്നു. കാരണം അവന് ഭാവിയെക്കുറിച്ച് നിറയെ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ അവൻ മരിച്ചില്ല, അവൻ ജീവിച്ചു. 1-2 ദിവസങ്ങളല്ല, 1-2 വർഷങ്ങളുമല്ല, നീണ്ട 72 വർഷങ്ങൾ. പക്ഷേ അതൊരു സാധാരണ ജീവിതം ആയിരുന്നില്ല, സാധാരണ പോലെ ഉള്ളതും ആയിരുന്നില്ല. അയൺ ലെങ്കിൽ ആയിരുന്നു അത്രയും വർഷങ്ങൾ പോൾ അലക്സാണ്ടർ ജീവിച്ചത്. തല മാത്രം പുറത്തേക്കിട്ട് അനങ്ങാൻ പോലും കഴിയാതെ കിടന്ന ആ വർഷങ്ങളിലായി പോൾ നേടിയെടുത്ത ജീവിത വിജയങ്ങൾ നിസാരങ്ങൾ ആയിരുന്നില്ല. മരണം പ്രഖ്യാപിച്ച ലോകത്ത് ജീവിക്കാൻ പോരാടിയ ഒരു മനുഷ്യന്റെ, യന്ത്രത്തിൽ ജീവിച്ച ഒരു മനുഷ്യന്റെ അസാധാരണമായ ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പോൾ റിച്ചാർഡ്സ് അലക്സാണ്ടറിന്റെ ആ ജീവിതകഥ ലോകത്തെ മുഴുവൻ ഒരേ സമയം ഞെട്ടിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്തതാണ്. ജനുവരി 30 ടെക്സാസിലായിരുന്നു അലക്സാണ്ടറിന്റെ ജനനം. ഗ്രീക്ക് കുടിയേറ്റക്കാരനായ നിക്കോളാസ് അലക്സാണ്ടറിന്റെയും ലെബനോൻ സ്വദേശി ഡോറിസ് മേരി എമ്മറ്റിന്റെയും മകനായിരുന്നു അലക്സാണ്ടർ ജനിച്ചത്. 1950-കൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായതായിരുന്നു. പോളിയോ തരംഗത്തിന്റെ ഉഷ്ണക്കാറ്റ് അമേരിക്കയിൽ ഉടനീളം വീശിയടിക്കുന്ന സമയമായിരുന്നു അത്. ഡാളസിലും ടെക്സാസിലുമുള്ള 100 കണക്കിന് കുഞ്ഞുങ്ങൾ പോളിയോ രോഗ ബാധിതരായി മാറി. ആശുപത്രികളിൽ അനേകം കുട്ടികളുടെ സ്വപ്നങ്ങൾ തകർന്നു വീണു, മാതാപിതാക്കളുടെയും. അപ്പോഴെല്ലാം തൻ്റെ ബാല്യകാലത്തിൻ്റെ കൗതുകങ്ങളിൽ മുഴുകി ജീവിക്കുകയായിരുന്നു പോൾ റിച്ചാർഡ്സ് അലക്സാണ്ടർ. അടുത്ത നിമിഷം തന്നെ വിഴുങ്ങാൻ ഒരു ദുരന്തം വായുളർത്തി നിൽക്കുന്നുണ്ട് എന്ന് അവൻ കരുതിയതേയില്ല. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അവന് പെട്ടെന്നാണ് എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടത്. തോളലിന് പുറകിലായി വേദന പോലെ ഒരു അനുഭവം. അവൻ അമ്മയോട് അക്കാര്യം പറഞ്ഞു. വൈകാതെ പനി തുടങ്ങി. 2 ദിവസം കഴിഞ്ഞിട്ടും പനി വിട്ടുമാറുന്നതേയില്ല. അമ്മ മകന്റെ രോഗലക്ഷണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കുടുംബ സുഹൃത്തായ ഡോക്ടർക്ക് ഫോൺ ചെയ്തു. രോഗലക്ഷണങ്ങൾ കേട്ടിട്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് പോളിയോ ലക്ഷണങ്ങൾ റിച്ചാർഡ്സിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. എങ്കിലും ആശുപത്രിയിലേക്ക് മകനെ കൊണ്ടുപോകേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയത്. മറ്റൊന്നുമായിരുന്നില്ല കാരണം. മുൻപ് പറഞ്ഞതുപോലെ ആശുപത്രികൾ പോളിയോ രോഗബാധിതരായ കുട്ടികളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയായിരുന്നു. എവിടെ ചെന്നാലും വേണ്ടത്ര പരിചരണമോ ശ്രദ്ധയോ കുട്ടിക്ക് കിട്ടാൻ സാധ്യതയില്ലെന്നും ഡോക്ടർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെയാണ് എങ്കിലും ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകളുമായി വീട്ടിൽ തന്നെ ചികിത്സ തുടരേണ്ടി വന്നു. ഇന്ന് പോളിയോ ബാധിച്ചുള്ള ദുരന്തങ്ങൾ വളരെ അപൂർവമായി മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളൂ. കൃത്യമായ രീതിയിലും അവസരത്തിലും കുട്ടികൾക്ക് നൽകുന്ന പോളിയോ വാക്സിൻ ഇക്കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ 1950-കളിൽ അതായിരുന്നില്ല അവസ്ഥ. ഇന്നത്തേതുപോലെ പ്രതിരോധ കുത്തിവെപ്പുകൾ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല.
പ്രതിരോധ കുത്തിവയ്പ്പ് നിരക്ക് കുറവുള്ള സ്ഥലങ്ങളിൽ പകർച്ചവ്യാധികൾ ഇപ്പോഴും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഇനി പോളിയോ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാധിക്കുന്ന വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് പോളിയോ അല്ലെങ്കിൽ പോളിയോ മെലിറ്റിസ്. പക്ഷാഘാതത്തിലേക്കും മരണത്തിലേക്കും വരെ നയിച്ചേക്കാവുന്ന മാരകമായ രോഗമാണിത്. രോഗബാധിതനായ ഒരു വ്യക്തിയുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെയോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്ന വൈറസ് ബാധയാണിത്. രോഗബാധിതരായ ഒരു ചെറിയ വിഭാഗം ആളുകളിൽ 1000-ൽ ഒരാൾക്കും 100-ൽ ഒരാൾക്കും എന്ന കണക്കിൽ പോളിയോ നാഡീവ്യവസ്ഥയെ ആക്രമിക്കാറുണ്ട്. അതോടെ കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുന്നുമുണ്ട്. കാലുകൾ തളർന്നു പോകുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ചില നേരങ്ങളിൽ പോളിയോ ശാരീരിക വൈകല്യത്തിന് പുറമെ ജീവന് വരെ ഭീഷണി ആയി മാറാറുമുണ്ട്. ദിവസങ്ങൾ കഴിയുന്തോറും പോൾ റിച്ചാർഡ്സിന്റെ അവസ്ഥ ഗുരുതരമായി കൊണ്ടിരുന്നു. അപ്പോൾ മാതാപിതാക്കൾ പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയുണ്ടായി. അപ്പോഴേക്കും പോളിയോ വൈറസ് അവന്റെ ശരീരം മുഴുവൻ നിശ്ചലമാക്കി കഴിഞ്ഞിരുന്നു. ശിരസും കഴുത്തും വായും മാത്രമേ അവന് ചലിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. മണിക്കൂറുകൾക്കുള്ളിൽ അവന് ശ്വാസം എടുക്കാനാകാതെയായി. ഈ സാഹചര്യത്തിലാണ് തുടക്കത്തിൽ നാം കണ്ടതുപോലെ അവൻ മരിച്ചു പോകുമെന്ന് ഡോക്ടേഴ്സ് വിധിയെഴുതിയതും അതല്ല ഞാൻ ജീവിക്കുമെന്ന് പോൾ അലക്സാണ്ടർ അതിനോട് പ്രതികരിച്ചതും. ആശുപത്രിയിൽ വെച്ച് പോളിന് ബോധം നഷ്ടമായി. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ ബോധം വീണ്ടെടുത്തത്. അപ്പോഴേക്കും ദുരന്തം അതിന്റെ എല്ലാ കരങ്ങളും വിരിച്ച് പോളിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ മരിച്ചവനെ പോലെയായ ആ കുട്ടിയെ ഡോക്ടർമാർ വേഗം തന്നെ അയൺ ലെങ്കിൽ ആക്കി. ശരീരത്തിന് ചലനശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അയൺ ലെങ്കിൽ അവനെ ആക്കേണ്ടി വന്നത്. എന്താണ് അയൺ ലെങ് എന്ന് നമുക്ക് നോക്കാം. ശ്വാസോച്ഛ്വാസത്തിന് സഹായിക്കുന്ന ഒരു മെഡിക്കൽ യന്ത്രം എന്ന് എളുപ്പത്തിൽ നമുക്ക് പറയാം. അയൺ ലെങ് എന്നത് ഒരു നെഗറ്റീവ് പ്രഷർ വെന്റിലേറ്റർ ആണ്. സാധാരണയായി പോളിയോ പോലെയുള്ള പാരാലിറ്റിക് ഡിസോർഡറുകൾ കാരണം ശ്വസന മസിലുകൾ പ്രവർത്തിക്കാത്ത രോഗികൾക്ക് ശ്വസന സഹായം നൽകാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അയൺ ലെങ് എന്നതിൽ ഒരു വലിയ സിലിണ്ടർ രൂപത്തിലുള്ള മെറ്റൽ ചേംബർ ഉണ്ട്. രോഗിയുടെ തല പുറത്ത് ഇട്ടുകൊണ്ട് ചേംബറിലേക്ക് കിടത്തുന്നു. ചേംബറിന്റെ അകത്ത് വായു പമ്പ് ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് പ്രഷർ സൃഷ്ടിക്കുകയും അതനുസരിച്ച് ശ്വസനം സാധ്യമാക്കുകയും ചെയ്യുന്നു. പോളിയോ ബാധിച്ച് ശ്വാസകോശം അപകടത്തിലായ ആളുകൾക്കും സെറിബ്രൽ പാൾസി പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചവർക്കും ഇത് ഉപയോഗിക്കുന്നു. അയൺ ലെങ് വെന്റിലേറ്റർ ആശയങ്ങളുടെ ആദ്യ രൂപമായാണ് കരുതപ്പെടുന്നത്. ഇന്നത്തെ മോഡേൺ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ സിസ്റ്റത്തിലേക്കുള്ള വളർച്ചയിൽ അയൺ ലെങ്ങിന് വലിയ പങ്കുമുണ്ട്. കൂടുതൽ സ്ഥലം ആവശ്യമാണ്, രോഗിക്ക് നീങ്ങാൻ കഴിയില്ല, ദീർഘകാല ഉപയോഗം രോഗിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. ഇങ്ങനെ പല നെഗറ്റീവ് വശങ്ങളുണ്ട് എങ്കിലും അയൺ ലെങ് മെഡിക്കൽ ചരിത്രത്തിലെ വലിയ മുന്നേറ്റം ആയിരുന്നു. അയൺ ലെങ്ങിൽ കഴിയുമ്പോൾ അവനുണ്ടായ ആദ്യ തോന്നൽ താൻ മരിച്ചു എന്നായിരുന്നു. സംസ്കരിക്കാൻ വേണ്ടി തന്നെ ആരോ പെട്ടിക്കുള്ളിൽ അടച്ചിരിക്കുകയാണ് എന്ന തോന്നലാണ് ആദ്യം ഉണ്ടായത്. കാരണം അവന് കൈകാലുകൾ ചലിപ്പിക്കാനോ എണീൽക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. പതുക്കെ പതുക്കെ അവനൊരു കാര്യം മനസ്സിലാക്കി, താൻ ജീവനോടെ ഉണ്ട് എന്ന്. തല ചലിപ്പിച്ച് നോക്കിയപ്പോൾ തന്നെ പോലെ തന്നെ ഇരുമ്പ് കൂട്ടിൽ എന്നോണം അടയ്ക്കപ്പെട്ട് കഴിയുന്ന അനേകം കുട്ടികളെ അവൻ ചുറ്റുവട്ടത്ത് കണ്ടു. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു അവന്. അയൺ ലെങ്ങിൽ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്ന പിഞ്ച് ബാല്യങ്ങൾ. പക്ഷേ അതിലും ഖേദകരമെന്ന് പറയാവുന്നത് ഈ കുട്ടികളിൽ പലരെയും അടുത്ത ദിവസം അവന് കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ്. കാരണം അവരെല്ലാം തൊട്ടടുത്ത ദിവസങ്ങളിലായി മരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴുത്തിൽ ദ്വാരമുണ്ടാക്കി ട്യൂബിറക്കി അതിലൂടെയായിരുന്നു പോൾ ശ്വസിച്ചിരുന്നത്. സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഈ വേദനകളെയെല്ലാം മനോധൈര്യം കൊണ്ട് നേരിട്ടും അതിജീവിച്ചുമാണ് പോൾ പിൽക്കാലത്ത് ലോകത്തിന് വിസ്മയമായി തീർന്നത് എന്നതാണ് ലോകത്തെ അമ്പരപ്പിക്കുന്ന കഥ. 18 മാസമാണ് ആ തവണ പോൾ ആശുപത്രിയിൽ കഴിച്ചുകൂട്ടിയത്. അതും അയൺ ലെങ്ങിൽ തല മാത്രം ചലിപ്പിച്ചുകൊണ്ട്. സാധാരണയായി അധികം മാസങ്ങൾ അയൺ ലെങ്ങിൽ കഴിയുന്നവർ ജീവിക്കാറില്ല. എന്നാൽ പോൾ അലക്സാണ്ടറുടെ കാര്യത്തിൽ അതും തെറ്റുകയുണ്ടായി. അതുകൊണ്ട് ഇനിയും കൂടുതൽ ദിവസങ്ങൾ ആശുപത്രിയിൽ കഴിയാതെ അവനെയും കൊണ്ട് മാതാപിതാക്കൾ വീട്ടിലേക്ക് പോയി. വാടകയ്ക്കെടുത്ത പോർട്ടബിൾ ജനറേറ്ററും അയൺ ലെങ്ങുമായിട്ടായിരുന്നു അവരുടെ മടക്കം. അപ്പോഴും ഡോക്ടേഴ്സിന് അമിത പ്രതീക്ഷയൊന്നും അവന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. കഴുത്തിന് താഴേക്ക് തളർന്നു പോയതുകൊണ്ട് തനിയെ ശ്വസിക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ സിലിണ്ടറിനുള്ളിലേക്ക് അവന്റെ ജീവിതം അനേക വർഷങ്ങളോളം നീണ്ടുപോകുമെന്ന് അവരാരും കരുതിയതേയില്ല. പോൾ വൈകല്യത്തെ അതിജീവിക്കില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ മകനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ അമ്മ തയ്യാറായില്ല.
ഇടയ്ക്ക് കരണ്ട് പോകുമ്പോൾ അയൺലിങ്ങിന്റെ പ്രവർത്തനം നിലയ്ക്കും. ഈ സമയത്ത് ജനറേറ്റർ ഓണാക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കുമെല്ലാം അയൽക്കാരും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയുണ്ടായി. 600 പൗണ്ട് ഭാരമുള്ള ലോഹം കൊണ്ടുള്ള സംവിധാനത്തിൽ പോൾ അങ്ങനെ ജീവിച്ചു തുടങ്ങി. അനങ്ങുവാൻ പോലും കഴിയാതെ തല മാത്രം പുറത്തേക്കിട്ട് ജീവിക്കുമ്പോഴും സ്വപ്നങ്ങളുടെ പിന്നാലെയായിരുന്നു പോൾ. അങ്ങനെ വർഷങ്ങൾ പലത് കടന്നുപോയി. ഇതിനിടയിൽ ആത്മധൈര്യം കൊണ്ടുള്ള പോരാട്ടം അവൻ തുടർന്നുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായി ശ്വസന വ്യായാമം ശീലിച്ച് ഇരുമ്പ് ശ്വാസകോശത്തിന് പുറത്ത് മണിക്കൂറുകളോളം ജീവിക്കാൻ കഴിയുന്ന കഴിവ് അവൻ ആർജിച്ചെടുത്തു. ആ സമയം മുഴുവൻ പഠിക്കാൻ വേണ്ടി അവൻ നീക്കിവെച്ചു. ഇതിന് കാരണമായത് ഒരു തെറാപ്പിസ്റ്റിന്റെ പ്രോത്സാഹനമായിരുന്നു. അതേക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ശാരീരിക പരിമിതികൾ തൻ്റെ കഴിവിനെയോ ബുദ്ധിയെയോ ബാധിക്കുന്നില്ല എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യത പോൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ ഇന്റർകോം സംവിധാനത്തിലൂടെയാണ് അവൻ സ്കൂളിലെ പാഠങ്ങൾ പഠിച്ചെടുത്തത്. അങ്ങനെ ഡാളസ് ഇൻഡിപെൻഡന്റ് സ്കൂൾ ഡിസ്ട്രിക്റ്റിലെ ആദ്യത്തെ ഹോം സ്കൂൾ സ്റ്റുഡൻ്റായി അവൻ മാറി. പാഠഭാഗങ്ങൾ മുഴുവൻ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതായിരുന്നു അവന്റെ രീതി. ശാരീരികമായി സ്കൂളിലെ ക്ലാസ്സിൽ സംബന്ധിക്കാതെ ഡാളസ് ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടുന്ന ആദ്യത്തെ വിദ്യാർത്ഥിയും പോൾ റിച്ചാർഡ്സ് അലക്സാണ്ടർ ആയിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിൽ നിന്ന് 1978 പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി സമ്പാദിച്ചു. 1984 ഡോക്ടേഴ്സ് ഓഫ് ലോ എന്ന ഡിഗ്രിയും 1986 കോടതിയിൽ വക്കീലായും ജോലി ചെയ്യുകയുണ്ടായി. കോടതിയിൽ വാദിക്കാനായി എത്തിയിരുന്നത് 3-piece സ്യൂട്ട് ധരിച്ചായിരുന്നു. ശരീരം ഉയർത്തത്തക്ക വിധത്തിൽ മോഡിഫൈ ചെയ്ത വീൽ ചെയറിലായിരുന്നു കോടതിയിലേക്ക് അദ്ദേഹം വന്നിരുന്നത്. 30 വർഷക്കാലമാണ് അദ്ദേഹം കോടതിയിൽ അഭിഭാഷകനായി ജോലി ചെയ്തത്. 3 minutes for a dog, my life in a iron lung എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. 3 മിനിറ്റ് സ്വതന്ത്രമായി ശ്വസിച്ചാൽ ഒരു പട്ടിക്കുട്ടിയെ തരാം എന്ന തെറാപ്പിസ്റ്റിന്റെ പ്രോത്സാഹന ഫലമായിട്ടാണ് ഈ ആത്മകഥ എഴുതിയത്. ഇരുമ്പ് ശ്വാസകോശത്തിന് പുറത്ത് ശ്വസിക്കാനുള്ള പോളിന്റെ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു തെറാപ്പിസ്റ്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ഫലം കാണുകയുണ്ടായി. പ്ലാസ്റ്റിക് സ്റ്റിക്കുമായി ഘടിപ്പിച്ച പേന വായിൽ തിരുകി അതുകൊണ്ട് കീബോർഡിൽ ടൈപ്പ് ചെയ്തായിരുന്നു പോൾ പുസ്തകം എഴുതിയത്. 1 വർഷത്തെ നീണ്ട പരിശ്രമ ഫലമായിട്ടാണ് 3 മിനിറ്റ് നേരത്തേക്കെങ്കിലും സ്വതന്ത്രമായി ശ്വസിക്കാനുള്ള കഴിവ് പോൾ അലക്സാണ്ടർ നേടിയെടുത്തത്. ഈ കഴിവ് സ്വന്തമാക്കുമ്പോൾ റിച്ചാർഡ്സിനുണ്ടായ ആത്മവിശ്വാസം തെല്ലും നിസ്സാരമായിരുന്നില്ല. സ്വന്തം ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കാനും കൃത്രിമ മാർഗങ്ങൾ ഉപേക്ഷിക്കാനുമുള്ള ധൈര്യം കിട്ടിയത് ഇത്തരമൊരു പരിശീലനം വഴിയായിരുന്നു. ഡോഗ് ബ്രീത്തിങ് എന്ന് പേരിട്ട ഈ ശ്വസന രീതിയുമായി ജീവിതത്തിലെ വളരെ കാലം മുന്നോട്ട് പോകാൻ പോൾ റിച്ചാർഡ്സിന് സാധിച്ചു. രാത്രികാലങ്ങളിൽ മാത്രമേ അദ്ദേഹം അക്കാലങ്ങളിൽ അയൺ ലങ് ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ പ്രായം മുന്നോട്ട് പോയപ്പോൾ ഇത് അസാധ്യമായി വന്നു. പിന്നെ രാവും പകലും ഒരുപോലെ അയൺ ലങ്ങിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം ജീവിച്ചത്. അയൺ ലങ്ങിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച വ്യക്തി എന്ന ലോക ഗിന്നസ് റെക്കോർഡും പോൾ റിച്ചാർഡ്സ് അലക്സാണ്ടറിനാണ്. തെറാപ്പിസ്റ്റിനെ കുറിച്ച് നമ്മൾ മുൻപ് സൂചിപ്പിച്ചുവല്ലോ. തെറാപ്പിസ്റ്റ് വാക്ക് പാലിച്ചു എന്ന് കൂടി ഇവിടെ പറയട്ടെ. അതിശയകരമായി സ്വന്തം പ്രയത്നത്താൽ ശ്വസിക്കാൻ കഴിഞ്ഞ റിച്ചാർഡ്സിന് തെറാപ്പിസ്റ്റ് ഒരു നായ്ക്കുട്ടിയെ സമ്മാനമായി നൽകി. ജിഞ്ചർ എന്നാണ് റിച്ചാർഡ്സ് ആ നായക്കുട്ടിക്ക് പേര് നൽകിയത്. ഏറെ വർഷങ്ങളോളം ഇരുവരും തമ്മിൽ ഹൃദ്യമായ സ്നേഹബന്ധം പുലർത്തുകയുണ്ടായി. 2024 ജനുവരിയിൽ അലക്സാണ്ടർ ഒരു ടിക്ടോക്ക് അക്കൗണ്ട് ആരംഭിച്ചിരുന്നു. പോളിയോ പോൾ എന്നായിരുന്നു പേര്. ഏതാനും മാസങ്ങൾ മാത്രമേ ആ അക്കൗണ്ട് നിലനിർത്താനായുള്ളൂ. പക്ഷേ ആ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ 3.5 ലക്ഷത്തോളം ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 45 ലക്ഷത്തോളം ലൈക്കും. തന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള വീഡിയോകളായിരുന്നു അദ്ദേഹം അതിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. അതെല്ലാം ആളുകൾക്ക് വളരെ പ്രചോദനകരങ്ങൾ ആയിരുന്നു. പോളിയോയെക്കുറിച്ച് ആളുകളിലേക്ക് കൃത്യമായ സന്ദേശം എത്തിക്കാനും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും അദ്ദേഹത്തിന്റെ ടിക്ടോക്ക് വീഡിയോകൾക്ക് സാധിച്ചു. പോളിയോ പോലെയുള്ള രോഗങ്ങൾ തടയുന്നതിൽ വാക്സിനുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം തുടർച്ചയായി ടിക്ടോക്കിലൂടെ പ്രതികരിച്ചിരുന്നു. 2024 ഫെബ്രുവരിയിൽ കോവിഡ് ബാധയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മാർച്ച് 11 അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. മരണകാരണം എന്തായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ അറിവില്ല. പോളിയോ ബാധിച്ചവനായി ശാരീരികമായും മാനസികമായും ദുഷ്കരമായ പരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം തന്റെ ജീവിതം ആരംഭിച്ചത്. എന്നാൽ അതിനെ പ്രത്യാശ കൊണ്ടും പ്രതിരോധ ശേഷി കൊണ്ടും പോൾ മറികടക്കുകയുണ്ടായി. ഒരു യന്ത്രത്തിൽ ജീവിച്ചിട്ടും ലോകത്തെ ഇത്രയധികമായി സ്വാധീനിക്കുകയും സ്പർശിക്കുകയും ചെയ്ത വ്യക്തിയായി അദ്ദേഹം മാറുകയുണ്ടായി. തീരെ ചെറിയ വല്ലായ്മകളിൽ പോലും മനസ്സുമടുക്കുന്ന നിരാശരാകുന്നവരാണോ നമ്മൾ? അങ്ങനെയുള്ള നമുക്കിടയിലാണ് പോൾ അലക്സാണ്ടറിന്റെ ജീവിതം
വളരെ വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി മാറുന്നത്. പോളിയോയ്ക്കെതിരെയുള്ള ആഗോള പോരാട്ടത്തിൽ അലക്സാണ്ടറുടെ ജീവിതകഥ ശക്തമായ ഒരു ആഖ്യാനമായി ഇന്നും നിലകൊള്ളുന്നുണ്ട്. ആഗോള പോളിയോ നിർമ്മാർജ്ജന ശ്രമങ്ങൾക്ക് ഗണ്യമായ സംഭാവന നൽകുന്നതിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വൈകല്യങ്ങളുള്ള ആളുകൾക്ക് ആ ജീവിതത്തിൽ നിന്ന് വളരെയധികം പാഠങ്ങൾ ഉൾക്കൊള്ളാനുമുണ്ട്. അതിൽ പ്രധാനം ശാരീരിക പരിമിതികൾ ഒരു വ്യക്തിയുടെ കഴിവുകളെയോ ജീവിതത്തിന്റെ സമ്പന്നതയെയോ പരിമിതപ്പെടുത്തുന്നില്ല എന്ന പാഠമാണ്. പോൾ റിച്ചാർഡ്സ് അലക്സാണ്ടറിന്റെ സഹോദരൻ ഫിലിപ്പ് അലക്സാണ്ടർ സഹോദരന്റെ മരണത്തിൽ അനുശോചിച്ചെഴുതിയ കുറിപ്പ് പോൾ റിച്ചാർഡ്സിന്റെ വ്യക്തിത്വത്തിന്റെ ദീപ്ത മുഖം കുറെ കൂടി വ്യക്തമാക്കി തരുന്നുണ്ട്. എന്റെ സഹോദരൻ ഇന്നലെ രാത്രി മരിച്ചു എന്ന് വളരെ ഖേദത്തോടെ അറിയിച്ചു കൊള്ളട്ടെ. അദ്ദേഹത്തെ പോലെ ആദരിക്കപ്പെട്ട ഒരാളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു ബഹുമതിയായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ദശലക്ഷക്കണക്കിന് ആളുകളെ സ്പർശിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു. എനിക്കിപ്പോൾ വെറുമൊരു സഹോദരൻ മാത്രമായിരുന്നു. സ്നേഹമുള്ള, ഉപദേശം നൽകുന്ന, ആവശ്യമുള്ളപ്പോൾ സഹായിക്കുന്ന, അതുപോലെ തന്നെ ഒരു സാധാരണ സഹോദരൻ. നല്ല ഭക്ഷണവും വൈനും നീണ്ട സംഭാഷണങ്ങളും പഠനവും അവന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. എനിക്ക് അവനെ ഒരുപാട് മിസ്സാകുന്നുണ്ട്. ജീവിതം എത്ര മുറിവുകളും തടസ്സങ്ങളും നിറഞ്ഞതായാലും അതിന് അർത്ഥം നൽകുവാൻ കഴിയുന്നവർ തന്നെയാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത് എന്നുള്ളത് പോൾ അലക്സാണ്ടറിന്റെ ജീവിതം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഇത്തരത്തിൽ സ്വയം ജീവിക്കാൻ മാത്രമല്ല മറ്റുള്ളവർക്കും ജീവിക്കാൻ കരുത്ത് പകരാൻ ശ്രമിച്ച ഒരു അതിശയ ജീവിതം തന്നെയായിരുന്നു പോൾ റിച്ചാർഡ്സ് അലക്സാണ്ടറിൻ്റെത്. സന്തോഷമുള്ള മനുഷ്യൻ എന്നേ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ആകൂ. പോളിയോ രോഗം പിടിവിട്ട് ശ്വാസം പോലും യന്ത്രസഹായത്തോടെ ജീവിക്കാൻ നിർബന്ധിതനായിരുന്നിട്ടും ജീവിക്കാനുള്ള ആഗ്രഹത്തെ അദ്ദേഹം വിട്ട് ഉപേക്ഷിച്ചില്ല. ബാഹ്യമായി നോക്കുമ്പോൾ 72 വർഷം ഒരു യന്ത്രത്തിനുള്ളിലായിരുന്നു പോളിന്റെ ജീവിതം. എന്നാൽ ശരീരം കൊണ്ട് മാത്രമേ അദ്ദേഹം ആ കൂട്ടിൽ കഴിഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മനസ്സ് ആ കൂടിന് വെളിയിലായിരുന്നു. ആ കൂടിന് വെളിയിലുള്ള ജീവിതത്തെക്കുറിച്ചാണ് പോൾ എപ്പോഴും സ്വപ്നം കണ്ടത്. സ്വപ്നം കണ്ട ജീവിതം കയ്യെത്തിപ്പിടിക്കാനുള്ള ശ്രമമായിരുന്നു ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത്രയും അദ്ദേഹം നടത്തി വന്നതും. പോളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകൂ. നിങ്ങൾക്ക് ശ്വാസമുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോരാടാൻ കഴിയും. ശാരീരിക ശേഷിയല്ല ജീവിതത്തിന്റെ അളവുകോൽ. ഇച്ഛാശക്തിയും പ്രതീക്ഷയും പ്രത്യാശയും അതിജീവിക്കാനുള്ള കരുത്തും ആത്മാഭിമാനവും അവനവനെ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാനുള്ള സന്നദ്ധതയുമാണ് ജീവിത വിജയത്തിന് കാരണം എന്നാണ് പോൾ അലക്സാണ്ടറുടെ ജീവിതം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. അതെ, പോൾ റിച്ചാർഡ്സ് അലക്സാണ്ടർ ഒരു മനുഷ്യനല്ല, അത്ഭുതമാണ്, വിസ്മയമാണ്. ഇനി അതല്ല, അത്ഭുതത്തെയും അതിശയിപ്പിക്കാനോ അതിന് പകരം വെക്കാനോ കഴിയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ ആ വാക്കുകൊണ്ട് വിശേഷിപ്പിക്കേണ്ട വ്യക്തിയാണ് പോൾ റിച്ചാർഡ്സ് അലക്സാണ്ടർ.